എന്നോട് എന്തു പറയാനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്ന് എനിക്കറിയണമെന്നില്ല. സാറിനെ കുറിച്ച് എന്നോട് പറയുന്നതിന് മുമ്പ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ള ഏക കാര്യം സാറ് കേൾക്കണം. എന്നിട്ട് മതി ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കല്യാണിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണല്ലോ. വിഷമിക്കാതെ കാര്യം പറഞ്ഞോളൂ. എന്തായാലും എനിക്കത് മനസ്സിലാവും. ആന്റി, കല്യാണി പ്രശ്നം വല്ലതും ഉണ്ടാക്കി ഈ കല്യാണം മുടക്കില്ലല്ലോ അല്ലേ? നീ ധൈര്യമായിട്ടിരിക്കെ. ഇത് അഖിലേച്ചി ഇടപെട്ട കല്യാണാലോചനയാ. ചെറുക്കൻ ഇവിടുത്തെ ആശ്രിത വത്സലനും. ആര് വിചാരിച്ചാലും മുടക്കാൻ പറ്റില്ല. ഈ കല്യാണം നടന്നിരിക്കും. അവളുടെ ചില ഇതോടെ ഒഴിയൊന്നും ഉറപ്പാ. ശരി, ഒരു പോവാം. രണ്ടുപേരും കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ലേ? എന്തു പറയുന്നു ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ? എന്തു പറ്റി മോഹനചന്ദ്രൻ? കല്യാണത്തിന് ഓക്കെ അല്ലേ? ഈസ് ദേർ എനി പ്രോബ്ലം? സോറി മാഡം, എനിക്ക് കല്യാണത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താടാ കാര്യം? അമ്മേ പ്ലീസ്, ഞാൻ പറയാം. ആക്ച്വലി ഞാൻ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. ഞങ്ങളിങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു. അപ്പൊ കുറച്ചു മുമ്പ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ കല്യാണിയെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞതോ? പിന്നെ ഇപ്പൊ എന്താ കല്യാണത്തിനൊരു ബുദ്ധിമുട്ട് പറയുന്നത്? അതല്ല മാഡം, ആക്ച്വലി പെണ്ണിനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ നേരിട്ട് സംസാരിച്ചപ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെടുന്നില്ല. ശരിയാവില്ല മാഡം, ഐ എം സോറി. സോറിയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം എന്താ? ആദ്യം അത് പറയുന്നീ. പക്ഷെ നേരിട്ട് സംസാരിച്ചപ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെടുന്നില്ല. ശരിയാവില്ല മാഡം, ഐ എം സോറി. സോറിയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം എന്താ? ആദ്യം അത് പറയുന്നീ. കല്യാണിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ തക്കവണ്ണം പുറത്തു വെച്ച് നിങ്ങൾ എന്താ സംസാരിച്ചത്? എന്തായിരുന്നു മാറ്റർ? ജസ്റ്റ് ടെൽ മീ ദ ഹോൾ ട്രൂത്ത് മാൻ. അവിടെ എന്താ നടന്നെന്ന് പറയും. കല്യാണിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അതാ കാര്യം. താല്പര്യമില്ലാത്ത ആളെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയോ? മാഡം തന്നെ പറയൂ. കല്യാണി,
നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല ശമ്പളം, പോരാത്തതിന് യാതൊരു ദുശീലവും ഇല്ല. ഇങ്ങനെ ഒരു പയ്യനെ വേണ്ടാന്ന് പറയാൻ എന്താ നിന്റെ കാരണം? ഉത്തരം പറയൂ. കല്യാണി, എന്തു പറ്റി നിനക്ക്? ഒരു കാരണവുമില്ലാതെ ഇതുപോലൊരു ബന്ധം വേണ്ടെന്ന് വെച്ച സങ്കടപ്പെടുന്ന ദാസേട്ടൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. അമ്മ കൊണ്ടുവന്ന ആലോചനയത്, അത് നീ മറന്നു. കല്യാണി, നിന്നോടാ ഞാൻ സംസാരിക്കുന്നത്. നീ എന്തേലും ഒന്ന് പറ. അവളൊന്നും പറയില്ല നീ കുഞ്ഞെ. അവൾ അലറി വിളിച്ച് കരയാൻ പോകുന്നേ ഉള്ളൂ. നെഞ്ചുപൊട്ടി ചാവാൻ പോകുന്ന അച്ഛനെ തെക്കോട്ടെടുക്കുമ്പോ. അച്ഛാ, ഛേ, വായടക്കടി. കല്യാണം മുടങ്ങിപ്പോയല്ലോ എന്നോർത്ത് സ്വന്തം മക്കളുടെ കല്യാണ തിരക്കിനിടയിലും മാഡം നിനക്കൊരു പയ്യനെ കണ്ടെത്തി തന്നില്ലേ? ആ നല്ല മനസ്സിന്റെ മുമ്പിൽ നെറികേട് കാണിക്കാ നീ പോ. ദാസേട്ടാ, ഒരു മിനിറ്റ്. കല്യാണി, എന്താ നിന്റെ പ്രശ്നം? അമ്മ കണ്ടെത്തിയ കല്യാണം വേണ്ടെന്നാണോ നിന്റെ അഭിപ്രായം? ശരി, ആയിക്കോട്ടെ. പക്ഷേ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അത് പറയാൻ നീ ബാധ്യസ്ഥയാണ്. വലിയുഞ്ഞു കിട്ടിയ താലി എന്റെ കഴുത്തിലുണ്ട്. ആ താലിയും ചുമന്ന് എനിക്ക് എങ്ങനെ വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റും? ഈശ്വര, എങ്ങനെ എനിക്കൊന്നും പറയാൻ പറ്റുക? ആനന്ദേ, ഇനി അവളോട് ഒന്നും ചോദിക്കാൻ നിക്കണ്ട. പഠിച്ച കള്ളിയോ ഇവള്. പാറ പോലെ നിക്കുന്ന കണ്ടില്ലേ? അതെ ആനന്ദേ, ഓരോ പ്രാവശ്യം ഓരോന്നും പറഞ്ഞ് കല്യാണം മുടക്കുന്നത് ഇവളുടെ സ്ഥിരം നമ്പറാ. അവളോട് സംസാരിക്കുന്നത് വേസ്റ്റ് ഓഫ് ടൈമാ. സൈലൻസ്. കല്യാണി, ഈ ബന്ധം വേണ്ടാത്ത കാരണം എന്താണെന്ന് നീ ഇതുവരെ പറഞ്ഞില്ല. നിന്നോടാ ചോദിച്ചേ, മറുപടി കിട്ടണോ എനിക്ക്? നിനക്ക് ഈ കല്യാണം വേണ്ടെന്നാണോ അതോ ഇനി കല്യാണമേ വേണ്ടെന്നാണോ ഉദ്ദേശം? മാഡം ചോദിച്ചു കേട്ടില്ലേടി, മറുപടി പറ. കല്യാണി, എനിക്ക് എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയേ പറ്റൂ. ഉത്തരം പറ. എന്നോട് ക്ഷമിക്കണം മാഡം. എനിക്കിനി കല്യാണമേ വേണ്ട. ഇനി എനിക്ക് ആരുടെ മുന്നിലും തലകുനിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്, പ്ലീസ്. എടി, പ്ലീസ് പോലും വിടുവാണ്. നീ എന്തിനാടി ഇങ്ങനെ മറ്റുള്ളവരെ കൊല്ലാക്കലോ ചെയ്യാനായിട്ട് ജീവിച്ചിരിക്കുന്നേ? നിനക്ക് എവിടെയെങ്കിലും പോയി ചത്ത് തൊലഞ്ഞൂടെ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ എല്ലാം തീർത്ത് കൊല്ലുവടി. കൊല്ലു. നീ ഇനി ജീവിച്ചിരിക്കട്ടോ. ദാസേട്ടൻ എന്തായി കാണിക്കുന്നേ? ദാസേട്ടാ, ദാസേട്ടാ വിട്. ഏയ്, വേണ്ട. ദാസേട്ടാ, അരുത്. സ്റ്റോപ്പ് ഇറ്റ്. മടുത്തു മാഡം, മടുത്തു. എല്ലായിടത്തും എപ്പോഴും ഇവളെന്നെ തോൽപ്പിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്തിനാ എനിക്കിങ്ങനെ ഒരു മോള്? കൃഷ്ണടാ, പ്ലീസ്. ദാസേ, മതി. സോറി മിസ്റ്റർ രവീന്ദ്രൻ നായർ. പെണ്ണ് കാണാൻ വന്നിടത്ത് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. നിർഭാഗ്യം, അത്രേ പറയാനുള്ളൂ. നിങ്ങളിത് ഇവിടെ തന്നെ മറക്കണം. 4-5 ദിവസം കഴിഞ്ഞ് അഖില നിങ്ങളെ അങ്ങോട്ട് വിളിച്ചോളൂ. ശരി സാറേ. ഇറങ്ങട്ടെ മാഡം. ശരി. വന്നവരെല്ലാം പോയി. ഇനിയെങ്കിലും നിന്റെ മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാ ഒന്ന് എഴുന്നള്ളിക്കടി. വിലാസിനെ, ഇനി 2 മിനിറ്റ് ആരും ഒന്നും സംസാരിക്കരുത്. കല്യാണി, ഇവിടെ വാ. കല്യാണി, ഞാൻ വിളിച്ചത് കേട്ടില്ലേ? ഇവിടെ വരാൻ.
നിന്നോടല്ലേ ഇവിടെ വരാൻ പറഞ്ഞത്? വരാൻ. നിനക്ക് 2 മിനിറ്റ് സമയം തരും. അതിനകത്ത് നിനക്ക് ഈ കല്യാണം വേണ്ടാന്ന് പറയുന്നതിന്റെ കാരണം എനിക്കറിയണം. അല്ലെങ്കിൽ ഇവിടെ പലതും നടക്കും. എന്നെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാലോ. പറഞ്ഞു, എന്താ നിനക്ക് പറയാനുള്ള കാരണം? മാഡം, എല്ലാവരുടെയും കാല് പിടിച്ച് ഞാൻ പറയാ, എനിക്ക് ഈ കല്യാണം വേണ്ട. കല്യാണം വേണ്ടെന്നുള്ളതിന്റെ കാരണം പറയാനാണ് പറഞ്ഞത്. അത് പറ. അത് കല്യാണം കഴിക്കുന്ന ആളിനൊപ്പം എനിക്ക് സന്തോഷകരമായ ഒരു കുടുംബജീവിതം പറ്റില്ല. അതിപ്പോ വന്ന ആളല്ല, ആരായാലും. എന്ന് പറഞ്ഞ എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നേ? മനുഷ്യനും മനസ്സിലാവുന്ന രീതിയിൽ പറയും. ഇത്രേ ഉള്ളൂ മാഡം, എന്റെ മനസ്സ് ശരിയല്ല. കല്യാണം കഴിപ്പിച്ച് വിടുന്ന ആളിനോടൊപ്പം സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാഡത്തിന് തന്നെ പേരുദോഷം വരില്ലേ? ഞാൻ കാരണം മാഡത്തിന് അങ്ങനെ ഒരു പേരുദോഷം വരരുത്. അതെനിക്ക് സഹിക്കില്ല, എനിക്ക് പറ്റില്ലത്. ഈ ആയുഷ്കാലം മുഴുവൻ ഞാൻ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞോളാം. എന്നെ ഒന്നിനും നിർബന്ധിക്കരുത് പ്ലീസ്. ഇങ്ങോട്ട് വാടി, വാടിക്കോട്ടെ. ദാസേട്ടാ, വേണ്ട, വിട്ടേക്കവളെ. കല്യാണി, നിനക്ക് ഔട്ട് ഹൗസിലേക്ക് പോവാം. പോ. ദാസേട്ടാ, അന്ന് ആ കല്യാണം മുടങ്ങിയതിന്റെ ഷോക്കിൽ നിന്നും കല്യാണി ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. കണ്ടില്ലേ, ഇപ്പോഴും ഒന്നിനും ശരിയായ ഒരു കാരണം പറയാൻ പോലും അവൾക്ക് കഴിയുന്നില്ല. അതെ ദാസേ, അഖില പറഞ്ഞതാ ശരി. കല്യാണിയുടെ കല്യാണം മുടങ്ങിയത് നിറഞ്ഞ സദസ്സിൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച. അതിൽ നിന്നും മോചനം കിട്ടണമെങ്കിൽ അവൾക്ക് കുറച്ച് സമയം വേണം. നമ്മളത് ഓർക്കാതെ പോയത് നമ്മുടെ തെറ്റ്. വെറുതെ അവളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. തൽക്കാലം ദാസ് അവളെ വഴക്കൊന്നും പറയണ്ട, എല്ലാം ശരിയാകും. പോയൊന്ന് ആശ്വസിപ്പിക്കാൻ നോക്ക്, ചെല്ലേ.
ആനന്ദേ, ഇവിടെ നടന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് കാര്യം മനസ്സിലായില്ല? മനസ്സിലാക്കാൻ വളരെ എളുപ്പം. കല്യാണി ആരെയോ പ്രണയിക്കുന്നുണ്ട്, വളരെ ഇന്റൻസ് ആയിട്ട്. അതെനിക്ക് തീർച്ചയാ. ഇവന്റെ ഒരു കാര്യം. കല്യാണം കഴിക്കാൻ പറയാൻ എളുപ്പമാ. മണ്ഡപത്തിൽ വെച്ച് താലി കെട്ടുകയും എല്ലാ ദിവസവും വെച്ച് വിളമ്പി കൊടുക്കുകയും കൂടെ കിടന്നുറങ്ങുകയും ചെയ്താ പോരാ. മനസ്സുകൂടെ കൊടുത്താലേ അത് കല്യാണാവൂ. അങ്ങനെ നോക്കുമ്പോ എനിക്കൊരാളെ സ്വീകരിക്കാൻ വയ്യ. ഇപ്പഴെന്റെ ഈ മനസ്സ് നിറയെ വല്യൂഞ്ഞ. മനസ്സിൽ ഒരാളെ പ്രതിഷ്ഠിച്ച് ശരീരം മറ്റൊരാൾക്ക് സമർപ്പിക്കാൻ ഈ കല്യാണിക്കാവില്ല. നിനക്കെങ്കിലും എന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മച്ചു, ഇത്രയും പറഞ്ഞിട്ട് നിനക്കെന്താ ഇനി സംശയം? ജസ്റ്റ് ബിലീവ് മീ. കല്യാണി ആരെയോ ഡീപ്പായിട്ട് പ്രണയിക്കുന്നുണ്ട്, വളരെ വളരെ ആഴത്തില്. മനസ്സിൽ നിന്ന് പറിച്ചു കളയാനാവാത്തത്ര. അതാ അവൾ ഈ കല്യാണത്തിനൊന്നും തയ്യാറാവാത്തത്. അല്ലെങ്കിൽ പിന്നെ നിന്റെ അമ്മയുടെ വാക്ക് പോലും ധിക്കരിച്ച്. ശബരി, അതിന് ഒരു സാധ്യതയില്ലെന്നേ. സാധാരണ പെൺകുട്ടികളെ പോലെ അല്ല കല്യാണി. അവളുടെ ലോകം തന്നെ ഈ വീടാ. ഈ തൃച്ചംബരം വീട് വിട്ട് അവൾ അങ്ങനെ പുറത്തേക്ക് പോവാറ് പോലുമില്ല. അങ്ങനെയുള്ള അവള് വേറെ ആരെ പ്രണയിക്കുന്ന നീ പറയുന്നേ? ഇറ്റ്സ് നത്തിങ് ബട്ട് ഇമ്പോസിബിൾ. ഈ മനസ്സിലിനി വല്യൂഞ്ഞിന് മാത്രമേ സ്ഥാനമുള്ളൂ. മാഡം പറഞ്ഞാൽ പോലും വല്യൂഞ്ഞിനുള്ളിൽ വെച്ച് മറ്റൊരാളുടെ ജീവിതം ഇല്ലാണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല. അതിനാരെന്ത് ശിക്ഷ തന്നാലും ഞാൻ ഏറ്റുവാങ്ങും. എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല, ഒരു സങ്കടവും. നീ പറയുന്നത് ശരിയാണെന്ന് വെക്ക്. അങ്ങനെയാണെങ്കിൽ കല്യാണി എന്തിനാ കല്യാണം വേണ്ടെന്ന് നിർബന്ധം പിടിക്കുന്നത്? അതിനുത്തരം പറയാൻ നിനക്ക് പറ്റുമോ? തീർച്ചയായിട്ടും അമ്മ പറഞ്ഞു തന്നെയാ അതിന് കാരണം. അവൾക്കൊരു കല്യാണം മുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ആ മുറി ഉണങ്ങാൻ കുറച്ച് സമയം വേണ്ടി വരും. കുറച്ച് നാൾ കഴിയുമ്പോ അവളെല്ലാം മറന്ന് ഏത് കല്യാണത്തിന് സമ്മതിക്കും. അതാ നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നീ കണ്ടോ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയ പെണ്ണ്. മനസ്സിലുള്ളത് ആരോടും തുറന്നു പറയാൻ പറ്റുന്നില്ല എനിക്ക്. എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ? എന്തിനാ എന്തിനാ ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റാത്ത ഇഷ്ടങ്ങളൊക്കെ ദൈവം എന്റെ മനസ്സിൽ തോന്നിപ്പിക്കണേ? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നും. ഞാനിനി എന്താ ചെയ്യണ്ടേ? ഡി ആന്റി, അവളുടെ ഒരു നിൽപ്പ് കണ്ടോ? സാധാരണ പെണ്ണ് കാണാൻ വരുവാണെന്ന് അറിയുമ്പോ പെണ്ണിന്റെ മുഖത്തൊരു നാണം വരും. അതും നാട്ടിൻപുറത്തുകാരി പെണ്ണാണെങ്കിൽ നാണം അല്പം കൂടുതലും ആയിരിക്കും. പക്ഷേ ഇന്ന് ഇവളുടെ മുഖത്ത് ആ നാണം നമ്മൾ കണ്ടില്ല. എന്താ കാരണമെന്നറിയോ? ഇവളുടെ ഉള്ളിൽ ഈ കല്യാണം മുടക്കിയിരിക്കുമെന്ന് ഉറച്ച വിശ്വാസമായിരുന്നു. അതാ കല്ലുപോലെ വന്നിങ്ങനെ നിൽക്കുന്നത്. അതെ അതെ. എന്താടി നിന്റെ മനസ്സിലെ കല്യാണ മോഹമൊക്കെ അങ്ങ് മുരടിച്ചു പോയോ? അതോ ഇനി പുതിയ എന്തെങ്കിലും ആഗ്രഹങ്ങൾ കാണുമോ ഈ മനസ്സിൽ? എന്തിനാ മാഡം എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഞാൻ നിങ്ങൾ അങ്ങോട്ട് ഉപദ്രവിക്കാനൊന്നും വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാ? നീ ഒരു ഉപദ്രവം തന്നെയാ. എന്തിനാ മാഡം എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഞാൻ നിങ്ങളെ അങ്ങോട്ട് ഉപദ്രവിക്കാനൊന്നും വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാ? നീ ഒരു ഉപദ്രവം തന്നെയാ. അഖിലാന്റി നിനക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര നല്ലൊരു കല്യാണം കൊണ്ടുവന്നു. അത് സന്തോഷത്തോടെ സമ്മതിക്കുന്നതിന് പകരം അഖിലാന്റിയുടെ കാലു പിടിച്ച് ആ കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. പറയടി, നിനക്ക് എന്താ ഈ കല്യാണം വേണ്ടാത്തത്? പറയാൻ. എനിക്ക് ഈ കല്യാണം വേണ്ട മാഡം, അത്രേ ഉള്ളൂ. അത് മനസ്സിലായി. അതിന്റെ കാരണം ഞങ്ങൾക്ക് അറിയേണ്ടത്. പറയടി, എന്താ കാരണം? എന്താണെന്ന്? മാഡം, ഞാൻ വീണ്ടും പറയാ, ഞാൻ നിങ്ങൾക്കാർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ഈ വീട്ടിന്റെ മൂലയിൽ ഒരു അടുക്കളക്കാരിയായിട്ട് കഴിഞ്ഞോളാം. അതല്ലാതെ ഇങ്ങനെ നിരന്തരം
ദേ വായടച്ച് ചോദിച്ചതിന് മറുപടി പറയടി. അതെ, നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറ. ഇനിയും പറഞ്ഞില്ലെങ്കിലേ പറയിപ്പിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യും. വെറുതെ വേദന പിടിച്ചു വാങ്ങണ്ട നീ. ഓ ഇതൊക്കെ എന്ത് വേദന. ഹ്, ഇതെല്ലാം ഇവളുടെ ഒരു നമ്പരല്ലേ. പണ്ട് നന്ദനെ ഒരിക്കലും കെട്ടില്ല എന്ന് പറഞ്ഞ് നടന്ന അരവിന്ദിന് ഇവളെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. ഹ്, ഇപ്പൊ അതൊന്നും കാണാനില്ല. ഇനിയിപ്പൊ അവൻ ഇവളെ അവന്റെ കീപ്പായി വെച്ചിരിക്കുകയാണോ എന്തോ, ആർക്കറിയാം. നിർത്ത്.